ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ DHA സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. DHA അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ വഴി നമ്മൾ DHAയിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടൂൾ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് സെൽഫ് അസസ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കാറ്റഗറി ഏതാണെന്നാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് ആയതുകൊണ്ട് നഴ്സ് ആൻഡ് മിഡ് വൈഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇനി ഏത് ടൈറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമ്മുടെ നാഷണാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ബേസിക് നഴ്സിംഗ് അല്ലെങ്കിൽ മിഡ് വൈഫറി ഡിഗ്രി എവിടെ നിന്നാണ് റിസീവ് ചെയ്തത്, ഏത് കൺട്രിയിൽ നിന്നാണ് റിസീവ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത കോളേജിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് നഴ്സിംഗ് ഡിഗ്രിയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗ്. ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും ഇയറും എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് BLS സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഞാനിവിടെ എസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത്, വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ എന്നാണ് അത് അവിടെ കംപ്ലീറ്റ് ചെയ്തത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നായിരുന്നു നിങ്ങൾ അവിടെ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഇനി ഏത് കൺട്രിയിൽ നിന്നാണ് നമുക്ക് ഈ എക്സ്പീരിയൻസ് നമ്മളെടുത്തത്. അപ്പോൾ ഇന്ത്യ. ഇനി അടുത്തത്, ഇനി വേറെ ഏതെങ്കിലും അഡീഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഞാനിവിടെ നോ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്നിട്ട് ലാസ്റ്റുള്ള ഓപ്ഷനാണ് ഗെറ്റ് റിസൾട്ട്സ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അതനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഞാൻ എലിജിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ എലിജിബിൾ ആണോ ഇനെലിജിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇനെലിജിബിൾ ആയതെന്നും അവരവിടെ കാണിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ രജിസ്ട്രേഷൻ എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിന് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരത് മാനുവൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും.
അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യുക. കാരണം ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂളിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റ ഫ്ലോയിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ. അപ്പോൾ അടുത്ത സ്റ്റെപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.